സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനം. യഹോവ അരുളി ചെയ്തത്: മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഏകദേശം 430 വർഷം അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടത ദൈവം അറിയുകയും കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് അവരെ വിടുവിക്കുവാൻ, അവരെ രക്ഷിക്കുവാൻ അവർക്ക് വേണ്ടി ഇടപെടുന്ന ദൈവപ്രവൃത്തിയാണ് നാം ഈ വാക്യത്തിൽ വായിച്ചു കേൾക്കുവാനിടയായത്. ഇസ്രായേൽ ജനം മിസ്രയീമിൽ വളരെ കഷ്ടതയിലായിരുന്നു. അവർ മാനസിക പീഡനത്തിനും ശാരീരിക പീഡനത്തിനും ആത്മീയ പീഡനങ്ങൾക്കും ഇരയായി. അഥവാ ഊഴിയ വിചാരകന്മാർ അവരെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു, അതുപോലെ അവരെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു. അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരുന്നു. ഇങ്ങനെ സമസ്ത തലങ്ങളിലും അവർ വേദനയിലും കഷ്ടതയിലും ശോധനയിലും പരീക്ഷയിലുമായിരുന്ന ഒരു കാലം. ആ കാലത്ത് അവിടെ അവർക്ക് മാനുഷിക രക്ഷകന്മാർ എന്ന് പറയാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ പക്ഷത്തുള്ളവർ ആ പ്രദേശത്ത് അഥവാ മിസ്രയീമിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ആകെ ഉള്ളത് അവരുടെ ദൈവം മാത്രമായിരുന്നു. അവർ വിശ്വസിച്ചിരുന്ന, അവർ സേവിച്ചിരുന്ന, അവർ ആരാധിച്ചിരുന്ന ദൈവം, യഹോവയായ ദൈവം. ആ ദൈവത്തോട് അവർ നിലവിളിച്ചു അഥവാ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സ്വർഗത്തിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ ഇറങ്ങി വരുന്നതാണ് നാം കാണുന്നത്. മുമ്പോട്ടുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അവരെ അത്ഭുതകരമായി അവിടെ നിന്നും രക്ഷിച്ച ചരിത്രമാണ് നാം കാണുന്നത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വിടുതൽ അഥവാ മിസ്രയീമിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത് നാം കാണുന്നു. അഥവാ അവർ ചെങ്കടൽ കടന്ന് അവർ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സന്ദേശം, നാം വിചാരിക്കുന്നത് പോലെ എന്നും എല്ലായ്പ്പോഴും നാം മാനസിക പീഡനങ്ങൾക്കും ശാരീരിക പീഡനങ്ങൾക്കും ആത്മീയ പീഡനങ്ങൾക്കും ഇങ്ങനെ അടിമത്തത്തിൽ ആയിരിക്കണം എന്നില്ല. എന്നാൽ നാം ഇസ്രായേൽ ജനത്തെ പോലെ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് നാം നിരന്തരമായി ദൈവഭക്തിയിൽ ദൈവഭയത്തിൽ ചെയ്തു വരുമ്പോൾ ഒരു ദിവസം ദൈവം ഇസ്രായേൽ ജനത്തിനു വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ നമ്മുടെ കഷ്ടതകൾ, കണ്ണുനീരുകൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ദൈവം ഇടപെടുവാൻ ഇടയാകും. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന നിരസിക്കുന്ന ഒരനുഭവമല്ല. ആ പ്രാർത്ഥനകളെല്ലാം കുറിച്ചു വയ്ക്കുന്നവനാണ്. ഒരു ദിവസം അതിനെല്ലാം ഉത്തരം നൽകുവാനിടയാവും. തിരുവെഴുത്ത് അഥവാ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ രക്ഷിക്കുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. പ്രത്യേകിച്ച് എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നുമ്പോൾ, കഠിനമായ അടിച്ചമർത്തൽ ആയിരിക്കുന്നുവെന്ന് തോന്നുമ്പോൾ, രക്ഷപ്പെടാൻ ഇനി ഒരു സാധ്യതയുമില്ല എന്ന് തോന്നുമ്പോൾ, ഇതാ ഓർക്കുവാൻ ഒരു ചരിത്രമാണ്
ഇന്നത്തെ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്നത്. ഇതേ അവസ്ഥയിലായിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം രക്ഷിച്ചുവെങ്കിൽ, വിടുവിച്ചുവെങ്കിൽ, ഇന്ന് തിരുവചനം ശ്രവിക്കുന്ന ഓരോരുത്തരെയും രക്ഷിക്കുവാൻ ദൈവം മതിയായവനാണ്. ഈ തിരുവചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളായിരിക്കുന്ന എല്ലാ ശോധനകളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും വിടുവിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടും എന്റെ നാവിൽ തന്നതാ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടും എന്റെ നാവിൽ തന്നതാ. ഉള്ളം പൊങ്ങുന്നേ വല്ലഭാനിൻ കൃപയോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ശോധനാവേളയിൽ ഈ ചൂളയിൻ നടുവിൽ ചാരത്തണഞ്ഞു രക്ഷിച്ച മമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ. ചാരത്തണഞ്ഞു രക്ഷിച്ച മമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ. നന്ദിയാലെന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാനിൻ കൃപയോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ശാന്തിയൻ ഹൃദേ നിറച്ചു സ്നേഹവാൻ. എന്നും കാത്തിടുന്നെന്നെ നിത്യം കാന്തയാൽ തൻ കൂടെ വാഴുവാൻ. എന്നും കാത്തിടുന്നെന്നെ നിത്യം കാന്തയാൽ തൻ കൂടെ വാഴുവാൻ. നന്ദിയാലെന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാനിൻ കൃപയോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ.